സ്പോട്ട് ലൈവിന് പോകുന്നത് ഇടുക്കിയിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കി ഉടുമ്പൻചോലയിലെ ഒരു അയൽവാസി വ്യക്തിവിരോധത്തെ തുടർന്ന് ഒരു സ്ത്രീയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ആ യുവതി മരിച്ചുവെന്ന ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഒടുവിൽ പുറത്തുവരുന്നത്. ഉടുമ്പൻചോല സ്വദേശിനി ഷീലയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഷീല തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് നെടുങ്കണ്ടത്ത് നിന്ന്. പ്രിൻസ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം. അതായത് നാട്ടുകാരടക്കം നോക്കി നിൽക്കെ യുവതിയെ വീട്ടിലേക്ക് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. വളരെ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചുവെന്ന വിവരം ഒടുവിൽ പുറത്തു വന്നത്. എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും. ഇന്ന് പുലർച്ചെയാണ് ദാരുണമായ മരണം സംഭവിക്കുന്നത്. തേനി മെഡിക്കൽ കോളേജിൽ ഷീല ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം 3:30 സംഭവം നടക്കുന്നത്. ഷീല സ്വന്തം കൃഷിയിടത്തിൽ തൊഴിലാളികളുമൊപ്പം ഏലക്കായ എടുക്കുന്ന ജോലി ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് അയൽവാസിയായ ശശി ഈ വീട്ടിലേക്ക് വരികയും ഷീലയുമായി സംസാരിക്കുകയും ചെയ്തത്. തുടർന്ന് പെട്ടെന്ന് തന്നെ ഷീലയുടെ കയ്യിൽ പിടിച്ച് വീടിനുള്ളിലേക്ക് കയറ്റുകയായിരുന്നു. നാട്ടുകാർ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളൊക്കെ ബഹളം വെച്ചതോടെ ഇയാൾ കഥകടച്ചു. ഇതിനുശേഷമാണ് ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരമറിയുകയും ചെയ്തു. അപ്പോഴേക്കും അധികം താമസിക്കാതെ തന്നെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തി. ഈ പോലീസ് എത്തിയ ആ സമയത്ത് തന്നെയാണ് ഷീലയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് ഇയാൾ തീ കൊളുത്തിയത്. ഗുരുതരമായി ഷീലയ്ക്ക് പൊള്ളലേറ്റിരുന്നു. ഏകദേശം 60% പൊള്ളലേറ്റുന്നതാണ് നമുക്ക് വ്യക്തമായിരുന്നത്. പോലീസ് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും വീടിന്റെ വാതിൽ തകർത്ത് ഷീലയെയും ശശിയെയും പുറത്തേക്ക് എത്തുകയും ചെയ്തത്. ഉടൻ തന്നെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം തേനിയിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സംഭവത്തിൽ ശശിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളും ചികിത്സയെ തുടരുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയെ തുടരുന്നത്. എന്തായാലും വ്യക്തി വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സംഭവം അരങ്ങേറിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വീട്ടിലേക്ക് എത്തിയ ശശി ഷീലയുമായി സംസാരിക്കുകയും അതിനുശേഷം വീടിനുള്ളിലേക്ക് വലിച്ചു കയറ്റി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പതിവായിരുന്നതൊക്കെയുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ സംഭവം നടക്കുന്നത്. പോലീസ് ഈ നാട്ടുകാർ അറിയിച്ച ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയെങ്കിൽ പോലും ഈ അപകടം തടയാൻ സാധിച്ചില്ല, ദുരന്തം തടയാൻ സാധിച്ചില്ല. അതിനു മുൻപ് തന്നെ പോലീസ് എത്തിയപ്പോഴേക്കും ഇയാൾ തീ കൊടുത്തുകയും ചെയ്തിരുന്നു. വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ പോലീസിന് സാധിച്ചു. വാതിൽ ചവിട്ടി തുറന്ന് പോലീസ് അകത്ത് കയറിയെങ്കിലും പോലും അവസാനം ഷീല 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം മരണത്തിൽ കീഴടങ്ങുകയായിരുന്നു. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതിയാണ് മരിച്ചത്. ഉടുമ്പൻചോല സ്വദേശിനി ഷീല കഴിഞ്ഞ 2 ദിവസത്തോളമായി തേനി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു.